നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ ബോട്ട് ആൻഡ് സ്ട്രീമിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ബോട്ടിന് 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ 3 അവർ വേണം. എപ്പോൾ? ഡൗൺ സ്ട്രീമിൽ പോകുമ്പോൾ. അപ്പോൾ ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 3 എത്ര വരും? 20 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കിട്ടും. സെക്കൻഡ് കേസ്, ഇറ്റ് ക്യാൻ ഗോ 90 കിലോമീറ്റർ ഇൻ 5 അവേഴ്സ് ഇൻ അപ്സ്ട്രീം. അപ്സ്ട്രീമിൽ വരുമ്പോൾ അതിന് എന്ത് പറ്റും? 90 കിലോമീറ്റേഴ്സ് 5 മണിക്കൂറിൽ. 90 കിലോമീറ്റർ 5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 18 കിലോമീറ്റർ പെർ അവർ. 18 കിലോമീറ്റർ പെർ അവർ അല്ലേ? 18 കിലോമീറ്റർ പെർ അവർ. അങ്ങനെയാണെങ്കിൽ ബോട്ടിന്റെ സ്പീഡ്, സ്റ്റിൽ വാട്ടറിലും ബോട്ടിന്റെ സ്പീഡിന്റെയും സ്ട്രീമിന്റെ സ്പീഡിന്റെയും റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബോട്ടിന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ അപ്സ്ട്രീമിന്റെ ഡൗൺ സ്ട്രീമിന്റെയും അപ്സ്ട്രീമിന്റെയും കൂടി കൂട്ടുക, ബൈ 2 എടുക്കുക, അല്ലെങ്കിൽ ആവറേജ് എടുക്കുക. സ്ട്രീമിന്റെ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീമിന്റെ സ്പീഡിൽ നിന്ന് അപ്സ്ട്രീമിന്റെ സ്പീഡ് കുറയ്ക്കുക. ഓക്കെ, ഡൗൺ സ്ട്രീമിന്റെ സ്പീഡിൽ നിന്ന് അപ്സ്ട്രീമിന്റെ സ്പീഡ് കുറയ്ക്കുക, എന്നിട്ട് ബൈ 2 എടുക്കുക. ഇത് റേഷ്യോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ 2 ഇവിടെ ബൈ 2 എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതിന്റെ റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ ഇത് കട്ട് ചെയ്തു പോകും. സോ നമുക്ക് വേണ്ടത് ബോട്ടിന്റെ സ്ട്രീമിന്റെ സ്പീഡാണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 38, കുറയ്ക്കുമ്പോൾ 2. സോ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 19:1 ആയിരിക്കും.